CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ VS സുജിത്തിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്മാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ നേതൃത്വം ഇടപെട്ടാണ് സന്ദർശനം റദ്ദാക്കിയതെന്ന് സൂചന. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. മണ്ണുത്തി കാളത്തോട് പുതുപ്പറമ്പിൽ മുഹമ്മദ് സ്വാലിഹിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ ഷൂട്ടർ അലക്സിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചു. കണ്ണന്റെ പിറന്നാളിനൊരുങ്ങി ഗുരുപവനപുരി. അഷ്ടമിരോഹിണി ആഘോഷം ഞായറാഴ്ച. പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്ക് മുൻഗണന നൽകും. 40,000 പേർക്ക് പിറന്നാൾ സദ്യയൊരുക്കും. കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് നടക്കുന്നതെന്ന് ചാണ്ടിയുമ്മൻ MLA. പെരുമ്പിലാവ് ആൽത്തറ തലപ്പള്ളിപ്പറമ്പിൽ പരേതനായ ദിനകല രാധാകൃഷ്ണന്റെ കുടുംബത്തിന് KPCC നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടിയുമ്മൻ. പോലീസ് പീഡനത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കോൺഗ്രസുകാർക്കായി മാത്രമല്ല സാധാരണക്കാർക്കു കൂടിയാണെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2025 ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പ്രശസ്ത തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രനെ സമ്മാനിക്കും. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ഭാഗമായുള്ള ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പുന്നയൂർക്കുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബഡ് സ്കൂൾ കാടുപിടിച്ച നിലയിൽ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മന്ത്രി R. ബിന്ദു പുന്നയൂർക്കുളം ചമ്മനൂരിൽ ബഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസംഗമവും സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടത്തി. പോർക്കുളം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വർണ്ണച്ചിറകുകൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം പുന്നയൂർക്കുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനം സെപ്റ്റംബർ 14 വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM മണത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭാ കൗൺസിലറും CPM നേതാവുമായിരുന്ന NV സോമനെ അനുസ്മരിച്ചു. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യൂർ ആശാരി മുതുവട്ടൂർ മണികണ്ഠന്റെ മകൻ 18 വയസ്സുള്ള കൃഷ്ണേന്ദിനെയാണ് വ്യാഴാഴ്ച രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.